3 വർഷത്തിന് ശേഷം ദുൽഖറിൻ്റെ മലയാളത്തിലേക്കുള്ള കംബാക്ക്. തൻ്റെ സേഫ് സോണിൽ ഗിരീഷ് ഷെഡിയുടെ കൂടെ എത്തുന്ന നിവിൻ പോളി. വൈശാഖ് പൃഥ്വി കോംബോയിൽ മോഹൻലാൽ കൂടി എത്തുന്ന ഖലീഫ. ആഗസ്റ്റ് 26-ന് ഓണം ആഘോഷിക്കുന്ന ഒരു ശരാശരി സിനിമാ പ്രേമിക്ക് മുന്നിലുള്ള ഓപ്ഷൻസാണിത്. എല്ലാം പീക്ക് ഹൈപ്പിൽ നിൽക്കുന്ന സിനിമകൾ. പ്രോമിസിംഗ് ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, കാസ്റ്റ് ആൻഡ് ക്രൂ. ഇതിൽ ഏതിന് ടിക്കറ്റ് എടുക്കുമെന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴിതാ മറ്റൊരു സിനിമ കൂടി അതേ ദിവസം റിലീസ് പ്രഖ്യാപിക്കുന്നു. ഗീതു മോഹൻദാസ് യഷ് കോംബോയുടെ പാൻ ഇന്ത്യൻ ടോക്സിക്. ഇതോടെ ഓണ സീസൺ വീണ്ടും ഒരു ബോക്സ് ഓഫീസ് മത്സരത്തിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിനാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് പിറന്നത്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അന്ന് കൂടെയെത്തിയ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വത്തെയും ഫഹദിൻ്റെ ഓടും കുതിരയെയും കടത്തിവെട്ടിയായിരുന്നു ലോക 300 കോടി കടന്നത്. അതേസമയം ഹൃദയപൂർവ്വം 75 കോടി കടക്കുകയും ചെയ്തു. ഫഹദ് ചിത്രം മാത്രമാണ് അന്ന് തിയേറ്ററിൽ കാര്യമായ നേട്ടമുണ്ടാക്കാതെ പോയത്. ഇത്തവണത്തെ ഓണവും അതേപോലെ സ്റ്റാർ വാർ കാണുന്ന ഒരു സീസണാണ്. മലയാളത്തിൻ്റെ ട്രെൻഡ് സെറ്റേഴ്സ് എല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചെത്തുന്ന ഗ്രാൻഡ് ഫെസ്റ്റിവൽ. ഓൾറെഡി മാസങ്ങളായി ക്ലാഷ് റിലീസ് കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് KGF-ന്റെ കരുത്തുമായി എത്തുന്ന യഷ് ഒരു വെല്ലുവിളിയാകുമോ എന്നതാണ് ചോദ്യം. അതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണെന്നതും മലയാളി സംവിധായകയാണെന്നതും മറ്റൊരു പ്രത്യേകത. ഇതിനോടകം പല വിവാദങ്ങളിൽപ്പെടുകയും പലതവണ റിലീസ് മാറ്റിവെക്കുകയും ചെയ്ത ടോക്സിക് ഇനിയും റിലീസ് മാറ്റുമോ എന്നതും മറ്റൊരു ചോദ്യമാണ്. 5 നായികമാരും നായകനും എത്തുന്ന സിനിമ വയലൻസ് ആകും ഓഫർ ചെയ്യുകയെന്ന് ഇതിനോടകം പുറത്തിറങ്ങിയ വീഡിയോസും പോസ്റ്റേഴ്സും എല്ലാം സൂചന നൽകിയിട്ടുണ്ട്. ആഗസ്റ്റ് 26-നാണ് ടോക്സിക് തിയേറ്ററുകളിൽ എത്തുന്നത്. ദുൽഖറിൻ്റെ അയാം ഗെയിം. കൊത്തയ്ക്ക് ശേഷം ദുൽഖർ നായകനാകുന്ന മലയാള സിനിമ. 2023-ലെ ആ പരാജയത്തിൽ നിന്ന് ഒരു ഗ്രാൻഡ് കംബാക്ക് ആകും സിനിമയിലൂടെ ദുൽഖർ ആഗ്രഹിക്കുന്നുണ്ടാവുക. RDX-ന് ശേഷം നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന അയാം ഗെയിം, കൈദു ലോഹർ, പെപ്പെ, മിഷ്കിൻ തുടങ്ങി വമ്പൻ സ്റ്റാർ കാസ്റ്റിലാണ് എത്തുന്നത്. ഓണം റിലീസായ ആഗസ്റ്റിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. അടുത്തടുത്ത മാസങ്ങളിൽ 2 റിലീസുകൾ. അതിലൊന്നാണ് പൃഥ്വിക്ക് ഖലീഫ. ജൂലൈയിലെത്തുന്ന ഐ നോബഡിക്ക് ശേഷം എത്തുന്ന റിലീസ്. ഒരൊറ്റ ഗ്ലിംസിലൂടെ സിനിമയുടെ ഹൈപ്പ് ഉയർന്നത് വലിയ രീതിയിലായിരുന്നു. അന്ന് ജേക്സ് ബിജോയുടെ സ്കോറിൽ സ്റ്റൈലിഷ് ലുക്കിൽ പൃഥ്വിരാജ് എത്തി. പിന്നാലെ മറ്റൊരു അനൗൺസ്മെൻറ്റ്, മാമ്പറക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ എത്തുന്നു. ഇതോടെ വൈശാഖ് ചിത്രത്തിൻ്റെ ലെവൽ തന്നെ മാറി. ഒരു ആക്ഷൻ പടത്തിൽ മോഹൻലാൽ എത്തുന്നു, അതും ഫെസ്റ്റിവൽ സീസണിൽ. ഖലീഫയ്ക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്നും അതിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തുമെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ആഗസ്റ്റ് 20-നാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ്. സർവമായ നൽകിയ വമ്പൻ കംബാക്കിൻ്റെ ബാക്കിയാകും നിവിന് ബത്ലഹേം. ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലെത്തുന്ന ചാർമിംഗ് നിവിൻ. മമിതയും ഗിരീഷ് ഷെഡിയും ഭാവന സ്റ്റുഡിയോസും എല്ലാമായി പ്രേമലുവിൻ്റെ കോർ ടീം. ഫാമിലി ഓഡിയൻസ് ആകും സിനിമയുടെ ലക്ഷ്യം. സർവമായ്ക്ക് കിട്ടിയ പോലെ ഒരു വേർഡ് ഓഫ് മൗത്ത് കിട്ടിയാൽ പിന്നെ ക്ലാഷ് നിവിൻ കൊണ്ടുപോയേക്കും. ഗിരീഷ് ഷെഡി പടത്തിൽ നിവിൻ എത്തുമ്പോഴുള്ള ഫ്രഷ്നെസ്സും സിനിമയ്ക്കായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. ഒരുപക്ഷെ മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്ലാഷുകളിൽ ഒന്നിനാകും നമ്മൾ സാക്ഷ്യം വഹിക്കുക. 4 ബിഗ്ഗീസ് എത്തുന്ന ഓണം എല്ലാം കൊണ്ടും ഓണായ കാഴ്ച. ഇനി വെറും ദിവസങ്ങൾ മാത്രം. ഓണം റിലീസുകളുടെ വിജയിക്കായി കാത്തിരിക്കാം. എല്ലാ സിനിമകളും മികച്ചതാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.